എനിക്കും പഠിപ്പിച്ചെന്നാ എന്ത് പഠിക്കാനുള്ളതാ ഓരോ ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഒരുപാട് വിശേഷങ്ങളൊന്നും അടങ്ങിയിട്ടില്ല, എന്നാലും വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ്. ഇതുപോലത്തെ നാടൻ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും രാവിലെ എണീറ്റ് വന്ന് ഉമ്മറത്തെ കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു. പിന്നെ അതാ നമ്മൾ അടുപ്പിൻ്റെ അവിടെ വന്ന് തീയൊക്കെ പിടിപ്പിച്ചു കേട്ടോ. അപ്പോൾ ചോറാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത്. ഇന്ന് രാവിലെ കഴിക്കാനൊന്നും ഉണ്ടാക്കുന്നില്ല, അതിനുള്ള സമയമില്ല. അപ്പോൾ ഇന്ന് ഏട്ടന് വയ്യാത്തത് കൊണ്ട് ചെക്കപ്പിന് പോകാനായിട്ട് ഇരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിസ്ചാർജായി വന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചെക്കപ്പിന് പോണത്. അപ്പോൾ ഇത്രയും ദിവസമായിട്ടും പണിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ചെക്കപ്പിന് പോയിട്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ഇനിയിപ്പോൾ വർക്കിനൊക്കെ പോകാനായിട്ട് തുടങ്ങുള്ളൂ. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വയ്ക്കുമ്പോഴത്തേക്കും മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേയായി നമ്മൾ മത്തിയൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്ത് മീനാണെന്ന് പറഞ്ഞിട്ട് നോക്കാനായിട്ട് വന്നപ്പോൾ തിലോപ്പിയും മത്തിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ തിലോപ്പി പിന്നെ നമ്മളങ്ങനെ വാങ്ങിക്കാറില്ലല്ലോ, നമ്മുടെ കുളത്തിലുള്ളത് കൊണ്ട് ചിലപ്പോൾ തോന്നുമ്പോഴൊക്കെ അതിൽ നിന്ന് പിടിച്ച് കഴിക്കും. അല്ലെങ്കിൽ പിന്നെ ഏട്ടൻ പുഴയിലൊക്കെ പോയിട്ട് മീൻ പിടിക്കാൻ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തിലോപ്പി മീൻ എപ്പോഴും വാങ്ങിക്കാറേ ഇല്ല. പിന്നെ വന്നിട്ട് നമ്മൾ അയിലയും മത്തിയാണ് കേട്ടോ ഇതുപോലെ വിൽക്കാൻ കൊണ്ടുവരുമ്പോൾ വാങ്ങിക്കുന്നത്. വില കമ്മി. കഴിഞ്ഞ ബുധനാഴ്ച 160 മത്തിയോ? 120ആയി. അങ്ങനെ ഞാൻ എന്തായാലും ആ മീനൊക്കെ 1 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലേക്കും പോകണം, അതിനിടയിൽ കൂടെ ഞാൻ മീനും വാങ്ങിച്ചിട്ടുണ്ട്. എന്തോ ഒരു ഇതിൽ വന്നതാണ് കേട്ടോ. പിന്നെ എന്തായാലും മീൻ കണ്ടപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ എന്തായാലും വേഗം ഒന്ന് ഓടിയിരുന്ന് നന്നാക്കി വെക്കണം നമ്മുടെ മീൻ. ചോറിനുള്ള വെള്ളം വെച്ച് വെള്ളമൊക്കെ കാഞ്ഞ് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അരി പിന്നെ ചാരുമോളം ഇട്ടു. അപ്പോഴേക്കും ഞാൻ വേഗം പിന്നെ മീൻ നേരെയാക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ മീൻ നേരെയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചോറ് തിളയ്ക്കാനായിട്ട് അതവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചോറ് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എന്നും മീൻ നന്നാക്കണ സമയത്ത് നമ്മുടെ റോസി ഇപ്പോൾ എപ്പോഴും കൂടെ ഉണ്ടാവും കേട്ടോ. അവൾ മീൻ വാങ്ങിച്ചാൽ പിന്നെ അത് നന്നാക്കി കഴിയാണ്ട് അവൾ പുറത്തേക്കൊന്നും പോവില്ല. അതിൻ്റെ തല കഴിക്കാനായിട്ട് വേണം അവൾക്ക്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ മീൻ നന്നാക്കുമ്പോൾ ഉമ്മറ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ ഈ നമ്മൾ തലയൊക്കെ മുറിച്ച് കളയാറാണല്ലോ പതിവ്. അപ്പോൾ ആ ഒരു തലയൊക്കെ ഞാൻ റോസിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ മീൻ നേരെയാക്കി ഉപ്പും മുളകൊക്കെ പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്കൊക്കെ ചോറിന് വറുക്കാലൊന്നും പറഞ്ഞിട്ട് മീൻ കറി വെക്കാനൊന്നും ചിലപ്പോൾ സമയമൊന്നുമില്ല കേട്ടോ. കാരണം ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഞാൻ ഇന്നലെ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചു വൈകുന്നേരം. അപ്പോൾ പിന്നെ രാവിലെ എണീറ്റ് ചോറ് വെച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ പലഹാരത്തിനൊന്നും മാവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അരിയൊന്നും ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്തായാലും ചോറാണ് വെക്കണമെന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചിട്ടാണ് ഇരുന്നത്. അപ്പോൾ എന്തായാലും സാമ്പാറൊക്കെ തലേദിവസം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ വേഗം പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇരുന്നു. പിന്നെ ഇപ്പോൾ മീനും വാങ്ങിച്ചല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു മൂച്ചിത്തൈ ഉണ്ടല്ലോ, അതിൽ നല്ലോണം ഇത്തവണ മാങ്ങ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ വേഗം തന്നെ വീഡിയോ ഒക്കെ എടുത്തു. എന്താണെന്ന് വെച്ചാൽ ഈ മൂച്ചി മരം, അതായത് മാവാണ് കേട്ടോ മൂച്ചി എന്ന് പറയുന്നത്. ഈ മാവ് നമ്മൾ വെട്ടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് രാവിലെ എണീറ്റിട്ട് മാങ്ങയൊക്കെ നിൽക്കണ കാണാൻ ഭയങ്കര സങ്കടം തോന്നി, മുറിക്കാൻ പോകണമെന്നും പറഞ്ഞപ്പോൾ. അപ്പോൾ എന്തായാലും മുറിക്കേണ്ട ഒരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ മാങ്ങ മരം മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറേ മാങ്ങകളുണ്ടായിരുന്നു. ഇത്തവണ ആദ്യമായിട്ട് കായ്ച്ചതാണ്. കഴിഞ്ഞ തവണ 1-2 എണ്ണമൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത്തവണ പക്ഷെ നന്നായിട്ട് മാങ്ങ കായ്ച്ചിട്ടുണ്ട്.
അതങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലും മുറിക്കണം എന്ന് പറയുമ്പോൾ ആ സമയത്തായിരിക്കും നല്ലോണം പൂവുണ്ടാവുക ചെടിയിൽ, അല്ലെങ്കിൽ കായ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത്. അപ്പം അതുപോലെ ഇന്നിപ്പോൾ രാവിലെ എണീറ്റ പാടെ ഏട്ടൻ മാങ്ങാ മരമൊക്കെ വെട്ടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു മൂച്ചിൻ്റെ തണൽ ചെറുതായിട്ടേ ഉള്ളൂ, എന്നാലും അത് മുറിക്കുമ്പോൾ ഒരു വിഷമം തന്നെയാണ്. പക്ഷേ എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമുക്ക് മുറിക്കേണ്ട ഒരു സാഹചര്യം ആയതുകൊണ്ട് അങ്ങനെ മുറിച്ചതാണ് കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും ഇവിടുത്തെ മാങ്ങ മരമൊക്കെ മുറിച്ചു. പിന്നെ അവിടെ അത്തിമരം ഉണ്ട്, അതിൻ്റെ ഒരു ചെറിയൊരു തണലൊക്കെ ഉണ്ട് കേട്ടോ. അത്തി പിന്നെ വേനൽക്കാലത്ത് മൊത്തത്തിൽ ഇലയൊക്കെ പൊഴിഞ്ഞ് എന്താ പറയുക, തണ്ട് മാത്രമേ നിൽക്കുകയുള്ളൂ. പിന്നെ ഞാൻ ഇത്തവണ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അത്തിൻ്റെ മൂട്ടിൽ എത്ര വെള്ളം ഒഴിച്ചാലും നമുക്ക് അത്തിമരം തളിർക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ പൈപ്പ് പിടിച്ചിട്ട് നേരെ മുകളിലേക്ക് അങ്ങോട്ട് വെള്ളം ആക്കി കൊടുക്കുകയാണ്, നമ്മൾ മഴ പെയ്യണ പോലെ ആക്കി കൊടുക്കുകയാണ്. ആ സമയത്ത് അത്തി നന്നായിട്ട് തഴച്ച് വളർന്നു. ഇപ്പം നല്ലോണം തഴച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മുറ്റത്ത് നല്ല ആ ഒരു ഭാഗത്ത് നല്ലൊരു തണലൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്തുള്ള ഈ മൂച്ചി മരമാണ് മുറിക്കണത്. അതിപ്പോൾ എന്താ മുറിക്കുന്നത് വെച്ചാൽ ഞാൻ വഴിയെ പറയാം, നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ പറയാം കേട്ടോ, എന്താണെന്ന് കാര്യം എന്താണെന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മാങ്ങാ മരത്തിലൊക്കെ ഏട്ടൻ കയറിയിട്ടുണ്ട്. ആ മാങ്ങയൊക്കെ ഒന്ന് കൊമ്പൊക്കെ ഇറക്കി, പിന്നെ പിള്ളേരും കൂടുണ്ട് കേട്ടോ, മാങ്ങയൊക്കെ പറിച്ച് വെക്കേണ്ട. അപ്പോൾ നമുക്ക് ഉപ്പിലിടുകയോ അച്ചാറിടുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് വലിയൊരു മാങ്ങ മരം ഉണ്ടായിരുന്നു കേട്ടോ, ഇതേപോലത്തെ. അത് ഇതേപോലെ മുറിച്ച് കളയുക ചെയ്തത്. പിന്നെ അതിൻ്റെ ചെറിയൊരു തൈ ഉണ്ടായിരുന്നു, അപ്പോൾ അത് മുറിക്കണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതാണ്. അതിപ്പോൾ കായ്ക്കാനും തുടങ്ങി, കായ്ച്ച് കഴിയുമ്പോഴേക്കും അത് മുറിക്കാനും എന്താ പറയുക ഇതാക്കേണ്ടി വന്നു. അപ്പോൾ എന്തായാലും അത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട്, നിറയെ മാങ്ങയുണ്ട് കേട്ടോ, വെള്ളക്കോ മാങ്ങയാണിത്. അങ്ങനെ മാങ്ങയൊക്കെ പറിച്ച് വെച്ചു. പിന്നെ ഞാൻ വീട്ടിലെ ചോറൊക്കെ വെച്ച് ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും ഏട്ടനും കൂടെ ഒരു 9:30 ആകുമ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ടാ. വന്ന് നോക്കുമ്പോഴാണ് ഇഷ്ടം പോലെ തിരക്ക് കേട്ടോ. ചൊവ്വാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ഇവിടെ ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഞാൻ ഒരു 10 മണിക്കൊക്കെ ക്യൂ നിന്നിട്ട് 12:30 ആകുമ്പോഴാണ് കേട്ടോ ഞാൻ OP ടിക്കറ്റ് എടുത്ത്, ടോക്കൺ നമ്പർ 240. അപ്പോൾ അത്രയും തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഏട്ടൻ മാത്രമാണ് പോയത്, പേഷ്യൻ്റ് മാത്രമല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇത്രയും നേരം നിന്നിട്ട് കാലും കൈയൊക്കെ വേദനിച്ചിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്താണ്. അങ്ങനെ ഏട്ടൻ പിന്നെ ഡോക്ടറിനെയൊക്കെ കണ്ടു. പിന്നെ എന്താ കുഴപ്പമൊന്നുമില്ല, ആൾ ജോലിക്കൊക്കെ നാളെ മുതൽ ജോലിക്ക് പോകാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏട്ടന് സമാധാനമായി. പിന്നെ ഞങ്ങൾ ഒരു 1:30 കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ നേരെ ഏട്ടൻ കഴിക്കാൻ പോകാമെന്നും പറഞ്ഞിട്ട് നമ്മൾ ഹരിഹരപുത്രയിൽ വന്നു കഴിക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്നൊരു എന്താ പറയുക സാധാരണ ചോറൊക്കെ വാങ്ങിച്ച് കഴിച്ചു. കൂട്ടത്തിലൊരു പായസവും കൂടെ വാങ്ങിച്ചു കേട്ടോ. ഞങ്ങൾ അടപ്രഥമനാണെന്നും പറഞ്ഞ് വാങ്ങിച്ചാണ്, പക്ഷെ പറ്റിച്ചു, ഗോതമ്പ് പായസമായിരുന്നു. അപ്പോൾ നല്ല വിശപ്പൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഊണും കഴിച്ച് അങ്ങനെ മാർക്കറ്റിൽ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് മുറം ഉണ്ടല്ലോ, നമ്മൾ ചേറുന്ന മുറം, അത് വാങ്ങിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ, പച്ചക്കറിയും ഇത്തിരി വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ പിന്നെ തിരിച്ച് വന്നു. പിന്നെ ഇത്തിരി നേരം കിടന്നു, ക്ഷീണമൊക്കെ മാറി. ഒരു 4 മണി 5 മണിയൊക്കെ അടുത്തപ്പോൾ ഏട്ടൻ അവിടെ വീണ്ടും വൃത്തിയാക്കാനായിട്ടിരുന്നപ്പോൾ ഓലൻ്റെ ഒരു പീസ് വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ തെങ്ങിൽ നിന്ന്. അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ എന്തായാലും പണ്ടൊക്കെ നമ്മളിതുപോലെ ഓല മടഞ്ഞിട്ടില്ലേ, നമ്മുടെ വീടല്ല, നമ്മളിങ്ങനെ പുറത്തൊക്കെ അടുക്കളയൊക്കെ മേയുമ്പോൾ അല്ലെങ്കിൽ മാടിൻ്റെ തൊഴുത്തുകളൊക്കെ നമ്മളിതുപോലെ ഓല വെച്ചിട്ടായിരിക്കില്ലേ അതിൻ്റെ മേൽക്കൂര പണിയുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ എപ്പോഴും ഇതുപോലെ എല്ലാ വർഷവും ഇതുപോലെ നമ്മൾ ഉണങ്ങിയ ഓല വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇതുപോലെ മടഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ പിള്ളേരൊന്നും ഇതുപോലത്തെ കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു കുട്ടികൾക്കൊക്കെ ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ്, ഞാനിതുപോലെ ചെയ്യുന്നതൊക്കെ ആദ്യമായിട്ട് കാണാൻ കേട്ടോ. അപ്പം ഞാനിത് നേരത്തെയൊക്കെ മടഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴൊക്കെ ഇത്തിരി മറന്നുപോയി. എന്നാലും നമുക്ക് ചെയ്ത് വരുമ്പോൾ അങ്ങനെ കിട്ടും. പിന്നെ ആണെങ്കിൽ ഇതിപ്പോൾ അത്ര നല്ല ഓലയൊന്നുമില്ല, അകന്നകന്ന് പോവുകയാണ്. പക്ഷെ എന്നാലും കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലത്തെ ഒക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഉപകാരപ്പെടുന്ന സാധനമാണെന്നൊക്കെ അവർക്കും അറിയണമല്ലോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് മടഞ്ഞ് കാണിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിതാ കണ്ടില്ലേ, പച്ച ഓലയായതുകൊണ്ട് പിന്നെ വേഗം മടയാനായിട്ട് കിട്ടും.
അങ്ങനെ ഞാൻ ഓലയൊക്കെ മടഞ്ഞ് ചിട്ടിക്കുട്ടിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ചാരുവിനൊന്നും അത്ര താല്പര്യമില്ല. പക്ഷെ സൃഷ്ടിക്ക് ഇതുപോലെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ അതൊക്കെ കാണാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് നല്ല ആഗ്രഹം ഞാൻ ഇതുപോലെ അമ്മ നെയ്യണ പോലെ നെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ചെറിയൊരു കഷ്ണമൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ അവൾ ഏകദേശം ഇങ്ങനെ കുറച്ചൊരു രൂപത്തിലൊക്കെ നെയ്തു കിട്ടാ. അങ്ങനെ നമ്മളൊരു ചെറിയൊരു കഷ്ണം ഓല കിട്ടിയതാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഞാനിത് മടഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഞാൻ ഈ ഒരു 2 പാളിയായിട്ട് നമ്മൾ വെക്കില്ലല്ലോ, നമ്മൾ എന്തായാലും നടുവേ കൂടെ കീറിയിട്ട് 2 പാളിയാക്കിയിട്ട് വെക്കാം. ഒരുമിച്ച് അങ്ങോട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് പാളികൾ അങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അകന്നിട്ടായിരിക്കുന്നത് നല്ല ഓട്ടയായിട്ടുണ്ട് നമ്മുടെ എന്താണ് ഷീറ്റ്. ഇതിനെന്താണ് പറയണത് എന്താ ഓല അങ്ങനെ എന്തോ ആണ് കേട്ടോ. എനിക്ക് മറന്നുപോയി എന്താണ് പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞങ്ങളുടെ അവിടെ എന്താ കീറ്റ് അങ്ങനെ എന്തോ ആണ് കേട്ടോ പറയും. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ പച്ച ഓല മടഞ്ഞത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വിരിച്ച് കിടക്കാനൊക്കെ ഭയങ്കര സുഖമാണ് കേട്ടോ. എന്താ പറയുക, വേനൽക്കാലത്തൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുത്തത്. വൈകുന്നേരം പറയുമ്പോൾ രാത്രിയായി, ഒരു 7:30 ആകുമ്പോഴാണ് വീഡിയോ എടുത്തത്. അപ്പം ഞാനിതാ മുറ്റത്തെ അടുപ്പിൽ തീയൊക്കെ കത്തിച്ചിട്ട് കൂട്ടാൻ വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ രാവിലെ നമ്മൾ മീനൊക്കെ വാങ്ങിച്ചിട്ട് നന്നാക്കി വെച്ചല്ലോ, ഫ്രിഡ്ജിൽ വെച്ചതാണ്. പിന്നെ അതങ്ങോട്ട് കറി വെക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണവും പുറത്തായിരുന്നില്ല ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ പിന്നെ പിള്ളേരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, മീനൊന്നും വറുത്തില്ല. അപ്പോൾ പിന്നെ എന്തായാലും ബാക്കിയുള്ള മീനൊക്കെ കറി വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ പുറത്ത് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് മീൻ കറിയൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. പിന്നെ ചോറും വെക്കാനായിരുന്നു ഞാൻ. ചോറ് വൈകുന്നേരത്തേക്ക് എടുക്കുമ്പോൾ രാവിലെ വെച്ചത് കൊണ്ട് തന്നെ ചെറുതായിട്ടിങ്ങനെ വെള്ളമൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചോറ് പിന്നെ 2ാം മുറി വെക്കുക കേട്ടോ ചെയ്തത്. അങ്ങനെ അപ്പോൾ അതുപോലത്തെ മീൻ കറി തന്നെയാണ്. സാധാരണ മത്തിപ്പൊളിയൊക്കെ വെക്കില്ല എന്ന പോലത്തെ തന്നെയാണ്. ഉള്ളിയൊക്കെ ഇട്ട് വാട്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളി പച്ചമുളകൊക്കെ വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടുക കേട്ടോ. പിന്നെ ഉലുവ ഇട്ട് പൊട്ടിക്കും. അതിന് ശേഷമാണ് ഇതൊക്കെ ഇട്ടിട്ട് വഴട്ടണത്. അപ്പോൾ അതെല്ലാം ഇട്ട് മൂപ്പിച്ചതിന് ശേഷം അവസാനം തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു മണമൊക്കെ വരും. ആ നേരത്താണ് കേട്ടോ നമ്മൾ പുളി വെള്ളം ഒഴിക്കണത്. അപ്പോൾ വാളംപുളീൻ്റെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അത് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് മീനും കൂടെ ചേർക്കുക. മീൻ വെന്ത് വരുമ്പോൾ നമ്മൾ തേങ്ങ അരച്ച് ഒഴിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തേങ്ങ ഇടാണ്ട് ഇതുപോലെ മുളക് കറി വെക്കും, മുളക് വെള്ളത്തിൽ വെക്കും അങ്ങനെ. അപ്പോൾ എന്തായാലും നമ്മുടെ മീൻ കറിയൊക്കെ അങ്ങനെ അവിടെ സെറ്റായി. അപ്പം നമ്മൾ തേങ്ങ ഇട്ടിട്ടാണല്ലോ വെക്കുന്നത്. അതുകൊണ്ട് ഞാനിതാ തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കാൻ കേട്ടോ ചാരുമോളുടെ അടുത്ത്. അപ്പോൾ അവൾ ചിരവി തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനിതാ തേങ്ങയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇരുട്ടത്ത് ഇവിടെ വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് വെളിച്ചം ഇങ്ങോട്ടേക്ക് അത്ര എത്തുള്ള കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബെഡ് ലാമ്പ് ഉണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ എന്തിനാ അത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ ഈ ഒരു അടുപ്പ് കത്തിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന രാത്രി എന്നൊക്കെ തോന്നും അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഈ ഒരു അടുപ്പിൽ പാചകം ചെയ്യുന്നത് കാണാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ കമൻറ്റ് വരാറുണ്ട് കേട്ടോ. പാലക്കാട്ടുകാരൻ്റെ ഈ ഒരു അടുപ്പ് കാണാനാണ് ചന്തം, അല്ലെങ്കിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് ആ വീഡിയോ കാണാതിരിക്കണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ വെച്ച് പാചകം ചെയ്യാൻ തോന്നുള്ളൂ. അങ്ങനെ നമ്മളിതാ മീൻ കറിയൊക്കെ ആക്കി പിന്നെ മീൻ വറുക്കാൻ വെച്ചു. അതിന് ശേഷം പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ കിടന്നുറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ.